കഴിഞ്ഞ ബജറ്റിലൊക്കെ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഒരു പ്രത്യേക തുക മാറ്റിവെക്കുന്നു. അത് സംസ്ഥാനങ്ങളുടെ ആവശ്യം വളരുകയായതുകൊണ്ട് തന്നെ അതിനുവേണ്ടി അലോട്ട് ചെയ്യുന്ന ഫണ്ടും വളരണം. നമുക്കറിയാം, കേന്ദ്ര ഗവൺമെൻറ് നിർമ്മലാ സീതാരാമൻ തന്നെ ഉദ്ഘോഷിക്കുന്ന പല കാര്യങ്ങളും, അതായത് പ്രത്യക്ഷ നികുതി വരുമാനത്തിൽ വലിയ വർധനവുണ്ടായി, പരോക്ഷ നികുതി വരുമാനത്തിൽ വലിയ വർധനവുണ്ടായി എന്നൊക്കെ പറഞ്ഞ് ഉത്സാഹം കാണിക്കുന്ന നിർമ്മലാ സീതാരാമൻ്റെ ബജറ്റ് എടുത്ത് നിങ്ങളൊന്ന് നോക്കൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ആ ബജറ്റ് 2017 ഒരു ആരോഗ്യ നയം കൊണ്ടുവന്നിരുന്നു. ഈ പറയപ്പെട്ട BJP ഗവൺമെൻറ്റിൻ്റെ ഒരു ആരോഗ്യ നയം 2017. അതിൽ പറയുന്നത് ഹെൽത്തിന് 2% GDP-യുടെ കേന്ദ്ര ഗവൺമെൻറ് ചെലവഴിക്കണം, അതുപോലെ 8% സംസ്ഥാന ഗവൺമെൻറ് ചെലവഴിക്കണം എന്നാണ്. സംസ്ഥാന ബജറ്റ് വളരെ നേരത്തെ വന്നു, നമ്മളതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ കേന്ദ്ര ബജറ്റ് എന്താ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്? GDP-യുടെ 0.27%, 0.5% പോലും മാറ്റി വെച്ചിട്ടില്ല ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി. അതുപോലെ തന്നെ എഡ്യൂക്കേഷന് 0.67% മാറ്റി വെച്ചിരിക്കുന്നത്. അതായത് വളരെ കാലങ്ങളായി ഇന്ത്യയിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വളരെ കുറവാണ് ചെലവഴിക്കുന്നത് എന്ന് പറഞ്ഞ് കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് മുതൽ നമ്മുടെ ലേറ്റ് രാധാകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ട് മുതൽ ഇങ്ങോട്ട് പോന്ന എല്ലാ കമ്മീഷൻസും GDP-യുടെ 5-6% എഡ്യൂക്കേഷന് വേണ്ടി ചെലവഴിക്കണം, എങ്കിലേ നമ്മളൊരു നോളജ് ഹബ്ബാകൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥാനത്താണ് 0.67% എഡ്യൂക്കേഷന് വേണ്ടി കേന്ദ്ര ബജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നു. ഇനി അതൊക്കെ പോട്ടെ, സംസ്ഥാനങ്ങൾക്ക് വേണ്ടി 28 സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറികളും ഉണ്ട്. അവയ്ക്കെല്ലാം കൂടി ഷെയർ ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്? സെൻട്രൽ പൂളിൽ നിന്ന് ഫിനാൻസ് കമ്മീഷൻ വഴിയായിട്ട് അല്ലെങ്കിൽ ഗ്രാൻഡ് അങ്ങനെയൊക്കെയാണ് ചെലവഴിക്കുന്നത്. അങ്ങനെ കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതിൽ വന്നിരിക്കുന്ന വർധനവ് എത്രയാണെന്ന് കേൾക്കണ്ടേ? -0.57%. ഒരിക്കൽ കൂടി പറയട്ടെ, സംസ്ഥാനങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഫണ്ട് -0.57%. എത്ര മൂല്യം ചോർന്നു പോയ ഒരു ബജറ്റാണ് ഇതെന്നറിയാമോ? ഇന്ത്യൻ ബജറ്റ് ഇതിനേക്കാളൊക്കെ വലിയ കേമൻ ബജറ്റായിരുന്നു. കാരണം എന്താണ്? അതുവഴിയായിട്ട് കള്ളം പറഞ്ഞ് പരത്തി ഇന്ത്യയിലെ ജനങ്ങളുടെ വോട്ട് മേടിച്ച് ഒരു BJP മാത്രമുള്ള ഗവൺമെൻറ്, BJP ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെൻറ്റായിട്ട് ഭരിക്കാമെന്നും തോന്നിയതുപോലെ ഭരിക്കാമെന്നുമാണ് വിചാരിച്ചിരുന്നത്. അതിനുവേണ്ടിയാണ് വാരിക്കോരി വാഗ്ദാനങ്ങൾ പറഞ്ഞ് ഒരു വലിയ വർണ്ണശബളമായ ബജറ്റ്, ഇന്ത്യ ഷൈൻ എന്ന തരത്തിലുള്ള ബജറ്റ് കൊണ്ടുവന്നത്. പക്ഷേ കിട്ടിയത് അതിനേക്കാളൊക്കെ ഒത്തിരി വ്യത്യസ്തമായ ഫലമാണ്. ഫൈസാബാദിൽ പോലും നാനാജാതി മതസ്ഥർ ചേർന്ന് BJP-യെ തറ പറ്റിച്ചു എന്ന ആ കഥനഭാരം പേറിക്കൊണ്ട് ചെയ്ത ബജറ്റിൽ നിർമ്മലാ സീതാരാമൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ അവർ 2 സംസ്ഥാനങ്ങൾക്ക് കൊടുത്തു. അവർക്ക് ഇങ്ങനെ ഏണിപ്പടി പോലെ പിടിച്ചു നിൽക്കാൻ, അതായത് ചന്ദ്രബാബു നായിഡുവിൻ്റെ ആന്ധ്രാപ്രദേശിനും കൊടുത്തു, ബീഹാറിനും കൊടുത്തു. ഈ 2 സംസ്ഥാനങ്ങൾക്കും കൊടുത്തു. പിന്നെ കോർപ്പറേറ്റ്സിനൊക്കെ കുറേ സൗജന്യങ്ങളും കൊടുത്തിട്ടുണ്ട്, നികുതി സൗജന്യം. കോർപ്പറേറ്റ്സിന് കൊടുത്ത നികുതി സൗജന്യങ്ങൾ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ബീഹാറിന് കൊടുത്തതും ആന്ധ്രയ്ക്ക് കൊടുത്തതും നമ്മൾ കുറ്റപ്പെടുത്തുന്നു. കാരണം കഴിഞ്ഞ 10 വർഷവും ഇതേ BJP ഗവൺമെൻറ് തന്നെ ഭരണത്തിലുണ്ടായിരുന്നു. അന്നും ഈ സംസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അന്നും ഈ സംസ്ഥാനങ്ങൾക്ക് ഇന്നത്തെ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ആന്ധ്ര ഒരു ക്യാപിറ്റൽ സിറ്റി കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ആലോചനയിലും ഒക്കെ ആയിരുന്നു. അതുപോലെ ബീഹാർ ഒരു ദരിദ്ര രാഷ്ട്രമാണ്, വളരെ താഴ്ന്ന പെർ ക്യാപിറ്റ ഇൻകം, ആളോഹരി വരുമാനമുള്ള സംസ്ഥാനമാണ്. ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു പോവർട്ടി സ്റ്റേറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ആര് കാരണമാണ് പോവർട്ടി സ്റ്റേറ്റ് ആയത്? അവരുടെ തന്നെ ഗവൺമെൻറ്റുകൾ കാലാകാലങ്ങളിൽ ജനക്ഷേമകരമായി പ്രവർത്തനങ്ങൾ നടത്താതെ പോയതുകൊണ്ടാണ് ബീഹാർ അങ്ങനെയായത്. അങ്ങനെയുള്ള ഒരു ബീഹാറിനും കഴിഞ്ഞ 10 വർഷം ഇത്രയധികം സഹാനുഭൂതി BJP-ക്കാർക്കോ അല്ലെങ്കിൽ BJP നയിക്കുന്ന ഗവൺമെൻറ്റിനോ ഈ സംസ്ഥാനങ്ങളിലോ ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് അവരെ എത്ര നന്നാക്കി കൊണ്ടുവരാമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്തില്ല. ഇപ്പോൾ അവരെ താങ്ങി നിർത്തുന്ന പിടിവള്ളിയായി തീർന്നപ്പോഴാണ് അവരെ കൈപിടിച്ച് നിർത്തണമെങ്കിൽ, അല്ലെങ്കിൽ അവർ കൈവിട്ടു പോകും, ഗവൺമെൻറ് വീഴും. അങ്ങനെ വീണു പോകാൻ ഇഷ്ടമില്ല, പിടിച്ച് നിൽക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഇതുപോലെ കൈയിട്ട് അവർക്ക് ഇഷ്ടം പോലെ വാരി വെതറി കൊടുത്തു. അപ്പോഴേക്കും എന്ത് സംഭവിച്ചു? മറ്റ് സംസ്ഥാനങ്ങളാണിപ്പോൾ
അനുഭവിക്കേണ്ടത്, അവർക്ക് കിട്ടേണ്ടതാണ് കിട്ടാതെ പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ 24,000 കോടിയെ പറ്റി ഒരു മെൻഷൻ പോലുമില്ല. അത് കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് കിട്ടാൻ ആഗ്രഹിച്ചിരുന്ന എയിംസ് നമുക്ക് കിട്ടിയില്ല. അത് സംസ്ഥാന ഗവൺമെൻറ് ഭാഗത്തും തെറ്റുണ്ട്. അപ്പോൾ അതും ശ്രീ ബാലഗോപാൽ കാണുന്നുണ്ടാവും. കാരണം ഒരു എയിംസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് ഇത്ര ഏക്കർ ഭൂമി വേണം എന്നൊക്കെയുള്ള രീതികളുണ്ട്. ഇത്തിരിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ വരുത്താമെങ്കിലും വലിയ മാറ്റം വരുത്താൻ പറ്റാത്ത രീതിയിൽ ഭൂമിയുടെ രീതിയും ഒക്കെ ഉണ്ട്. ഭൂമിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് തരപ്പെടുത്തി അതിനെപ്പറ്റിയൊക്കെ ഒരു മാസ്റ്റർ പ്ലാൻ കൊടുക്കാൻ പറ്റിയില്ല. അതായത് ഇവിടുത്തെ വിവിധ ജില്ലകൾ, ഉദാഹരണം കാസർഗോഡ് ജില്ല, ദയാഭായ് പോലും വന്ന് അവിടെ സമരം ഇരുന്നതാണ്. കാസർഗോഡ് ജില്ലയുടെ എൻഡോസൾഫാൻ ബാധിതരുടെ ദുരിതങ്ങൾ കണ്ട്, അവരുടെ കുടുംബങ്ങളുടെ ദുരിതങ്ങൾ കണ്ട് അവിടെ ഒരു നല്ല മെഡിക്കൽ കോളേജ് വരണമെന്ന് ആഗ്രഹിക്കുന്നു അവിടുത്തെ ജനമെങ്കിൽ അവരെ നമുക്ക് ഒരിക്കലും തള്ളിപ്പറയാനും കുറ്റപ്പെടുത്താനും പറ്റുകയില്ല. കാരണം കാസർഗോഡിന് ഒരു നല്ല മെഡിക്കൽ കോളേജ് ഇല്ല. വയനാട് ജില്ലയുടെ സ്ഥിതി അതാണ്. പക്ഷേ അവിടെ എൻഡോസൾഫാൻ ബാധിതരില്ല. അതുപോലെ തന്നെ വെള്ളൂർ ന്യൂസ് പ്രിൻറ്റിൻ്റെ 700 ഏക്കർ ഭൂമി വെറുതെ കിടക്കുകയാണ്, മേടിച്ച് കേരള ഗവൺമെൻറ് കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിച്ചത്. പക്ഷേ ആ ഭൂമി ഏറ്റെടുക്കാൻ പറയുമ്പോഴും കിനാലൂരാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്ന് വെച്ചാൽ വെസ്റ്റഡ് ഇൻട്രസ്റ്റ്, സ്ഥാപിത താല്പര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ സ്ഥാപിത താല്പര്യങ്ങളുടെ പേരിൽ പ്രധാനപ്പെട്ട പദ്ധതികളെ അട്ടിമറിക്കുന്നതും ഒക്കെ ശ്രീ ബാലഗോപാൽ അസഹിഷ്ണുതയോടെ കാണുന്നുവെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ നമുക്ക് ആർക്കും പറ്റില്ല. നമുക്ക് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ ഇത്തരം സാഹചര്യങ്ങളിൽ പറ്റൂ. അതുപോലെയാണ് നാവായിക്കുളം വിഴിഞ്ഞം റിംഗ് റോഡ്. ആ റിംഗ് റോഡിനെ പറ്റിയും കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ അവഗണിച്ചിരിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? ആ റിംഗ് റോഡും അനുബന്ധ വികസനവും വന്നില്ല എന്നുണ്ടെങ്കിൽ വിഴിഞ്ഞം പോർട്ട് കൊണ്ടുണ്ടാകാൻ പോകുന്ന ബെനിഫിറ്റ്സ് എല്ലാം അയൽ സംസ്ഥാനങ്ങൾ തൂത്തുവാരി കൊണ്ടുപോകും. കേരളത്തിന് ആ പ്രയോജനം, അതായത് തൊഴിലിലുണ്ടാകുന്ന സാധ്യതകൾ, മറ്റതുപോലുള്ള വിപണന സാധ്യതകൾ, വ്യവസായ സാധ്യതകൾ, ഇതൊക്കെ നമ്മളിൽ നിന്ന് തട്ടിമാറ്റപ്പെട്ടു പോകും. വേണ്ട ജോലികൾ, വേണ്ട ആസൂത്രിതമായ കർമ്മ പദ്ധതികൾ വിഴിഞ്ഞം പ്രദേശത്ത് ചെയ്തില്ലെങ്കിൽ. അതുപോലെ ശബരി റെയിലിൻ്റെ കാര്യമാണെങ്കിലും മൈസൂരു മലപ്പുറം റെയിൽപാത, അതായത് നിലമ്പൂർ വഴിയുള്ള റെയിൽപാത, അതുപോലെ വ്യവസായ ഇടനാഴി, ഇതിനൊന്നും വ്യക്തമായ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുകയോ അതിനുള്ള ഫണ്ട് വകയിരുത്തുകയോ ഒന്നും സംസ്ഥാന ഗവൺമെൻറ് ചെയ്തിട്ടില്ല. അതൊക്കെ കാരണം ഈ പ്രോജക്ട്സ് ഒന്നും ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്നില്ല. ഇതൊക്കെ കനത്ത പ്രഹരമേൽപ്പിക്കുന്നത് ധനമന്ത്രിയായിരിക്കുന്ന ശ്രീ ബാലഗോപാലിനെ കൂടിയാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം അദ്ദേഹം അസ്വസ്ഥനാകുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വസ്ഥതയില്ലായ്മ യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിൻ്റെ സ്വസ്ഥതയില്ലായ്മയുടെ ഒരു ബൃഹസ്ഫുരണം മാത്രമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തേണ്ടതില്ല. എല്ലാവരും റീതിങ്ക് ചെയ്യുകയും സംസ്ഥാനത്തെ പ്രയോറിറ്റി മുൻഗണനകൾ പുനഃപരിശോധിച്ചുകൊണ്ട് ഏതൊക്കെ പദ്ധതികളാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് എന്ന് ആലോചിച്ച് അവയ്ക്ക് വേണ്ടി കരുനീക്കം നടത്തുകയും ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കെല്ലാം ശ്രീ ബാലഗോപാലിൻ്റെ കൂടെ നിൽക്കാം. അതായത് കിഫ്ബി വഴിയുള്ള കടമെടുപ്പും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയുള്ള കടമെടുപ്പും ബജറ്റിൻ്റെ അകത്ത് തന്നെയാണ്, പുറത്തല്ല. ഏത് കോമൺ സെൻസ് ഉള്ളവർക്കും അത് മനസ്സിലാകും. പിന്നെ അവർ പുറത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നാം അത് പുറത്താണെന്ന് വിശ്വസിക്കേണ്ട കാര്യമില്ല. അകത്താണ് എന്നുള്ളതിൻ്റെ തെളിവുകൾ എന്തൊക്കെയാണ്? ഒന്ന്, തോമസ് ഐസക്ക് കിഫ്ബി വഴിയുള്ള കടമെടുപ്പ് കൊണ്ടുവന്നപ്പോൾ തന്നെ 1% സെസ് ഇന്ധനങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്നു. ഇന്ധനങ്ങളിലെ 1% സെസ് അത്ര വലിയ കാര്യമാണോ എന്ന് നിങ്ങൾ ഓർക്കുമോ? അങ്ങനെ ഓർക്കേണ്ട സുഹൃത്തുക്കളെ. കാരണം ഇന്ത്യയിൽ ശരാശരി 1000 പേർക്ക് 18 വണ്ടികളേ ഉള്ളൂ. അതേ സമയത്ത് കേരളത്തിൽ 1000 പേർക്ക് 466 വാഹനങ്ങളുണ്ട്. അത്ര വാഹന ഡെൻസിറ്റിയുള്ള സംസ്ഥാനത്ത് 1% സെസ് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു തുക തന്നെ വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയുള്ള സെസ് അത് പോകുന്നത് കിഫ്ബിയുടെ അക്കൗണ്ടിലേക്കാണ്, അതിൻ്റെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സിനൊക്കെ ആയിട്ട്. എന്ന് വെച്ചാൽ അതുകൊണ്ട് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അത് ബജറ്റിന് പുറത്തല്ല, ബജറ്റിനകത്താണ്. അതുകൊണ്ടാണല്ലോ ബജറ്റ് വഴി 1% സെസ് ഈടാക്കുന്നത്. ആ ബജറ്റ് വഴി ഈടാക്കുന്നത് ഖജനാവിലാണ് പോകേണ്ടത്, മറ്റ് പുറത്തേക്ക് എവിടെയുമല്ല പോകേണ്ടത്, ഒളിത്താവളങ്ങളിലേക്കൊന്നുമല്ല പോകേണ്ടത്. അത് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾ ടാക്സ്. അപ്പം ഞാൻ വാഹനങ്ങളുടെ ഡെൻസിറ്റിയുടെ കാര്യം നേരത്തെ പറഞ്ഞു. ഒന്നാമത്തതിൻ്റെ കാരണം ഈ മോട്ടോർ വാഹന നികുതി അതിൻ്റെ 50% നേരെ പോകുന്നത് കിഫ്ബി അക്കൗണ്ടിലേക്കാണ്. അപ്പോഴും നമുക്ക് പറയാൻ പറ്റുമോ
ഇത് പുറത്താണ് എന്ന്. ഇനി വേറെ മൂന്നാമത്തെ കാരണം സോവറിൻ ഗ്യാരണ്ടി, അതായത് ഗവൺമെൻറ്റാണ് ഗ്യാരണ്ടർ. ഈ ഗവൺമെൻറ് ഗ്യാരണ്ടിക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റാതെ വരുന്ന ഒരു അതായത് കേരള സംസ്ഥാനം കടക്കണിയിലേക്ക് പോയാൽ കേന്ദ്ര സംസ്ഥാനമാണ് ഗ്യാരണ്ടർ ആവുക. അതാണ് സോവറിൻ ഗ്യാരണ്ടി. ഒരു ഫെഡറൽ സംവിധാനത്തിൽ സോവറിൻ ഗ്യാരണ്ടിയുടെ പ്രത്യേകത അതാണ്. അപ്പോൾ ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് കിഫ്ബി ബജറ്റിനകത്താണ്, പുറത്തല്ല എന്ന് CAG പറയുന്നു, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നു, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയുന്നു, ഞാനും നിങ്ങളും പറയുന്നു. അപ്പോഴും LDF പറയുകയാണ്, ഇത് ബജറ്റിന് പുറത്താണ്. അത്ര മണ്ടന്മാരാക്കണോ നമ്മളെ? അങ്ങനെ ആക്കാൻ നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട. ശ്രീ ബാലഗോപാലും അത് സമ്മതിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് വസ്തുനിഷ്ഠമായിട്ട് ഇതിനെയൊക്കെ എതിർക്കാൻ കഴിയണം. പറ്റിയില്ലെങ്കിൽ റിസൈൻ ചെയ്ത് പോയാലും, മന്ത്രിപദം ഉപേക്ഷിച്ച് പോയാൽ പോലും സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒന്നിനും കൂട്ടു നിൽക്കരുത് ബഹുമാനപ്പെട്ട ധനമന്ത്രി എന്നാണ് എനിക്ക് ആവശ്യപ്പെടാറുള്ളത്.